എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ, ക്ഷേമനിധി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കളുടെ കാത്തിരിപ്പ് അവസാനിച്ചു. ക്ഷേമ പെൻഷൻ തുകയിൽ വർധനവ് വരുത്തുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് വീണ്ടും സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത്. ഗുണഭോക്താക്കൾക്ക് ഇലക്ഷനോട് അനുബന്ധിച്ച് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് മുന്നോടിയായി കുടിശ്ശിക തീർത്ത് വിതരണവും അതോടൊപ്പം തന്നെ വർദ്ധിപ്പിച്ച പെൻഷൻ തുകയും ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള മുറക്ക് അക്കൗണ്ടുകളിലേക്കും സഹകരണ സംഘം ജീവനക്കാർ വഴി കൈകളിൽ തുക സ്വീകരിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ഇത്തരത്തിലും പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ്. പെൻഷൻ തുകയുടെ വിതരണ നടപടികൾ ഇന്നു മുതൽ ആരംഭിക്കുന്ന സാഹചര്യത്തിൽ പുതിയതായി പെൻഷൻ അപേക്ഷ വെച്ചിട്ടുള്ള ഗുണഭോക്താക്കൾക്കടക്കം തദ്ദേശീയ തലത്തിൽ വാർഡ് അടിസ്ഥാനമാക്കി തയ്യാറാക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും വിതരണം ആരംഭിക്കുന്നു എന്നുള്ള അറിയിപ്പാണ് ഈ മണിക്കൂറുകളിൽ ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. പെൻഷൻ തുകയിൽ വർധനവ് വരുത്തുമ്പോൾ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി തന്നെ സംസ്ഥാനം നേരിടേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കളിലേക്ക് മാത്രം പെൻഷൻ തുക എത്തിക്കുന്ന സാഹചര്യം ഒരുക്കുന്നതിനായി ഭൗതിക സാഹചര്യ പരിശോധനകൾ വരും ദിവസങ്ങളിൽ കൂടുതൽ കർശനമാക്കുമെന്നുള്ള അറിയിപ്പുകൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ്. പുതിയതായി ആളുകൾ പെൻഷൻ അപേക്ഷ വെക്കുന്ന സാഹചര്യത്തിൽ മാനദണ്ഡങ്ങൾ പാലിക്കാത്തവർക്ക് പെൻഷൻ തുകക്ക് അർഹത ഉണ്ടായിരിക്കുന്നതല്ല. ഇത്തരത്തിലുള്ള ആളുകളുടെ അപേക്ഷകൾ നിരസിക്കപ്പെടുന്നതാണ്. ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ബഹുഭൂരിപക്ഷം ആളുകളുടെയും പക്കൽ ഉണ്ടായിരുന്ന ആധാർ വയസ്സ് തെളിയിക്കുന്നതിനായി രേഖയാക്കി ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ റേഷൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട്, സ്കൂൾ സർട്ടിഫിക്കറ്റ് എന്നീ ആധികാരിക രേഖകൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനുവദിക്കുന്നതിന് പ്രായം തെളിയിക്കുന്നതിനുള്ള രേഖയായി ഉപയോഗിക്കാവുന്നതാണെന്നും മേൽരേഖകളുടെ അഭാവത്തിൽ മാത്രം അപേക്ഷകന്റെ വയസ്സ് തെളിയിക്കുന്നതിന് മറ്റു രേഖകൾ ഒന്നും ഇല്ല എന്ന് സ്വയം സാക്ഷ്യപത്രത്തിനുമേൽ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനുവദിക്കുന്നതിന് പ്രായം തെളിയിക്കുന്നതിനുള്ള രേഖയാക്കി ഉപയോഗപ്പെടുത്താമെന്നും അംഗീകരിക്കുന്ന സർക്കുലർ ഭേദഗതി വരുത്തി സർക്കാർ ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ്. പുതിയതായി പെൻഷൻ അപേക്ഷിക്കുന്ന ഗുണഭോക്താക്കൾക്ക് ഈ രേഖകൾ ഹാജരാക്കാവുന്നതാണ്. നവംബർ മാസത്തിൽ ഇലക്ഷനോട് അനുബന്ധിച്ച് പെരുമാറ്റച്ചട്ട നിലവിൽ വരുന്നതിന് മുന്നോടിയായി ഗുണഭോക്താക്കൾക്ക് തനതു മാസത്തിലെ പെൻഷൻ തുക ഇനി മുതൽ വർദ്ധിപ്പിച്ച തുകയാക്കി 2000 രൂപ വീതമുള്ള പെൻഷൻ തുകയും ഇതോടൊപ്പം തന്നെ നേരത്തെ ശേഷിച്ചിട്ടുള്ള ഒരു ഗഡു പെൻഷൻ കുടിശ്ശികയായ 1600 രൂപയുടെയും കൂടി വിതരണം ആരംഭിക്കുകയാണ്. ഔദ്യോഗികമായി ധനമന്ത്രി നവംബർ 21 മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പെൻഷൻ തുകയുടെ വിതരണത്തിനായി സഹകരണ ബാങ്കുകളുടെ അടക്കം കൺസോർഷ്യം രൂപീകരിച്ച് ഫണ്ട് സമാഹരിക്കൽ നടപടിയും ആരംഭിച്ചു. ഒരു പെൻഷൻ പദ്ധതിയിലും ഉൾപ്പെടാത്ത സ്ത്രീ ഗുണഭോക്താക്കൾക്ക് 1000 രൂപ കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തദ്ദേശീയ തലത്തിൽ വാർഡ് അടിസ്ഥാനമാക്കിയുള്ള ഭൗതിക സാഹചര്യ പരിശോധനകൾ ആരംഭിക്കുമ്പോൾ ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി ചെക്ക് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവയാണ്. പെൻഷൻ നിലവിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഗുണഭോക്താവിന് 2000 ചതുരശ്ര അടിയിൽ കൂടുതൽ വിസ്തീർണമുള്ളതും ആധുനിക രീതിയിൽ ഫ്ലോറിംഗ് നടത്തിയിട്ടുള്ളതും കോൺക്രീറ്റ് ചെയ്തതുമായ കെട്ടിടങ്ങൾ ഉള്ളവർ താമസിക്കുന്ന വീട്ടിൽ, എയർ കണ്ടീഷൻ ഉള്ളവർ, കുടുംബത്തിൽ 1000 cc കൂടുതൽ എഞ്ചിൻ കപ്പാസിറ്റി ഉള്ള AC വാഹനങ്ങൾ ഉള്ളവർ, കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കൂടുതലുള്ളവർ. എന്നാൽ കുടുംബ വാർഷിക വരുമാനം കണക്കാക്കുമ്പോൾ വിവാഹിതരായ മക്കളുടെ വരുമാനം കണക്കിൽ എടുക്കാത്ത ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. സ്വന്തം വരുമാനം 1 ലക്ഷം രൂപയിൽ കൂടുതലാണെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾക്കെല്ലാം തന്നെ പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെടുന്നതാണ്. ഇവരെയും കൈപ്പറ്റിയുള്ള പെൻഷൻ തുക പലിശയടക്കം തിരികെ പിടിക്കുന്നതിനുള്ള നടപടികളും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ട്.